ദേശീയ രാഷ്ട്രീയത്തിൽ വർഗീയ ശക്തികളെയും ഫാസിസ്റ്റ് മുന്നേറ്റങ്ങളെയും ചെറുക്കാൻ കഴിയുന്ന ഒരു പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. നിലവിലെ അവസ്ഥ വെച്ച് നോക്കിയാൽ BJPക്കെതിരെ നിൽക്കാൻ മറ്റൊരു വലിയ പാർട്ടിയും ഇല്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യവും. എന്നാൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും മുന്നിൽ നിന്ന് നയിക്കാനും പറ്റിയൊരു നേതാവ് അവർക്കില്ല എന്നതും ഒരു സത്യമാണ്. കഴിവുള്ള, സത്യസന്ധതയുള്ള, നയങ്ങളെക്കുറിച്ച് കാഴ്ചപ്പാടുള്ള ഒരു നേതാവിന്റെ അഭാവം അവരെ വല്ലാതെ അലട്ടുന്നുണ്ട്. നരേന്ദ്രമോദി അധികാരത്തിലെത്തിയ 2014 ശേഷം ജനങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരൊറ്റ ക്യാമ്പയിൻ പോലും കോൺഗ്രസിന് നടത്താൻ കഴിഞ്ഞിട്ടില്ല. ഭാരത് ജോഡോ യാത്ര തുടക്കത്തിൽ ശ്രദ്ധ നേടിയെങ്കിലും പിന്നീട് രാഷ്ട്രീയമായി ഒരു ചലനവും സൃഷ്ടിക്കാൻ അതിന് കഴിഞ്ഞില്ല. എന്തിനൊരു ശക്തമായ മുദ്രാവാക്യം പോലും കണ്ടെത്താൻ ഈ കണ്ട കാലയളവിൽ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുമില്ല. കേരളത്തിൽ 10 വർഷം ഇടതുപക്ഷം ഭരിച്ചതുകൊണ്ട് ഇത്തവണ ജനങ്ങൾ കോൺഗ്രസിനെ ജയിപ്പിക്കും എന്നൊരു ചിന്തയിൽ മാത്രം ഊന്നിയാണ് ഇത്തവണ ഇലക്ഷനിൽ കോൺഗ്രസ് ഇറങ്ങുന്നത്. എന്നാൽ കുറെ നുണകൾ വിരിച്ച് പറയുന്നതല്ലാതെ ഒരു കെട്ടുറപ്പും സംഘടനാ ശക്തിയും കോൺഗ്രസിന് നിലവിൽ ഇല്ല. അതിന് മുന്നിൽ നിൽക്കുന്നത് VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് തന്നെയാണ്. വായിൽ തോന്നിയത് വിളിച്ചു പറയുക, നുണകൾ പൊളിയുമ്പോൾ ക്ഷുഭിതനാകുക, വീണ്ടും നുണകൾ അടിച്ചുവിടുക എന്ന ശൈലിയാണ് അദ്ദേഹം ഇപ്പോൾ സ്വീകരിക്കുന്നത്. ഒട്ടേറെ വിമർശനങ്ങൾ ഉള്ളപ്പോഴും 10 വർഷം കൊണ്ട് കേരളത്തിന്റെ മുഖഛായ മാറ്റാൻ LDFന് കഴിഞ്ഞു എന്നത് രാഷ്ട്രീയ ശത്രുക്കൾ പോലും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. ഈ വിമർശനങ്ങളെല്ലാം ഉൾക്കൊണ്ട് ഇതിലും മെച്ചപ്പെട്ട ഭരണം കാഴ്ചവെക്കാൻ ഇടതുപക്ഷത്തിന് കഴിയും എന്ന് തന്നെയാണ് കരുതേണ്ടത്. കൃത്യമായ പ്രചാരണങ്ങളിലൂടെ വ്യക്തമായ കാര്യങ്ങൾ പറയുന്ന പ്രസംഗങ്ങളിലൂടെ ഇലക്ഷനെ നേരിടുകയാണ് ഇടതുപക്ഷം. എന്നാൽ അപ്പുറത്ത് 2 അല്ലെങ്കിൽ 3 ദിവസങ്ങളുടെ ഇടവേളയിൽ രാഹുലും പ്രിയങ്കയും വന്ന് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞിട്ട് പോകുന്നൊരു അവസ്ഥയാണുള്ളത്. ഇപ്പോൾ രാഹുൽ രാജീവ് എന്ന ദേശീയ നേതാവിന്റെ പ്രസംഗം കേൾക്കാൻ പോലും ആളില്ലാത്ത അവസ്ഥയാണുള്ളത്. പറയുന്ന കാര്യങ്ങളിൽ അല്പമെങ്കിലും സത്യസന്ധത ഉണ്ടാകണം. എന്നാൽ മാത്രമേ അത് കേൾക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുകയുള്ളൂ. പലപ്പോഴും കോൺഗ്രസിന്റെ യോഗങ്ങളിൽ സ്റ്റേജിൽ ഇരിക്കുന്നവരുടെ എണ്ണമാണ് കൂടുതലായി കാണുന്നത്. കസേരയ്ക്ക് വേണ്ടിയും മുൻനിരയിൽ ഇരിക്കാനും ഈ ചെറിയ നേതാക്കൾ തമ്മിൽ കടിപിടി നടക്കുകയാണ്. ഇവരിൽ കുറച്ചുപേരെ പുറത്തിരുത്തിയാൽ കുറെ കസേരകളെങ്കിലും കാലിയായി കിടക്കില്ലായിരുന്നു. പൊതുവെ രാഷ്ട്രീയമായി കാര്യമായ അറിവില്ലാത്ത ഒരാളാണ് രാഹുൽ. കേരളത്തിൽ വരുമ്പോൾ വേണുഗോപാൽ സാറൊക്കെ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ് അദ്ദേഹം മൈക്കിലൂടെ വിളിച്ചു പറയുന്നത്. കേരളത്തിലെ ജനങ്ങളുടെ നിലവാരമോ പ്രബുദ്ധതയോ മനസ്സിലാക്കാതെയാണ് രാഹുൽ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ പലപ്പോഴും കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ ആ കോമഡി ഷോ കാണാൻ പോലും ആളില്ലാതെ ആയിരിക്കും. ഇനിയൊരു 1/4 നൂറ്റാണ്ട് കൂടി കഴിഞ്ഞാലും കോൺഗ്രസിന്റെ തലപ്പത്ത് ഈ പറയുന്ന പോലെ അമ്മയും മോനും മകളും അളിയനും കൊച്ചുമക്കളും ഒക്കെ തന്നെ ആയിരിക്കും. ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ സീറ്റുകൾ കുറയുന്നതിനോടൊപ്പം പുതിയ തലയെടുപ്പുള്ള നേതാക്കന്മാരും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലും ചാണ്ടി ഉമ്മൻ, ശബരിനാഥൻ, K മുരളീധരൻ, ഹൈബി ഈഡൻ എന്നിങ്ങനെയുള്ള നേതാക്കളാണ് മുൻനിരയിൽ ഉള്ളത്. AK ആന്റണിയും കരുണാകരനും നൽകിയ ചില സംഭാവനകളും ഇക്കൂട്ടത്തിൽ കാണേണ്ടതായിരുന്നു. എന്നാൽ പത്മജ വേണുഗോപാലും അനിൽ ആന്റണിയും ഒക്കെ നേരത്തെ തന്നെ അവസാന അഭയകേന്ദ്രമായ BJPയിൽ എത്തിക്കഴിഞ്ഞു. ഇങ്ങനെയുള്ള കോൺഗ്രസുകാർ മന്ത്രി മുഹമ്മദ് റിയാസിനെ മരുമോൻ എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നതും നമ്മൾ സ്ഥിരമായി കാണുന്നതാണ്. സ്കൂൾ കാലഘട്ടം മുതൽ, അതായത് ഇപ്പോഴത്തെ അമ്മായിയച്ഛനായ പിണറായി വിജയനെ ഒന്ന് നേരിൽ കാണുന്നതിന് മുന്നേ SFIയുടെ കൊടി പിടിച്ച് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ ആളാണ് മുഹമ്മദ് റിയാസ്. SFIയിൽ നിന്നും DYFയിലെത്തി അവിടുന്ന് CPMലേക്ക് വരുന്നു. ആ മനുഷ്യനെയാണ് രാഷ്ട്രീയം എന്തെന്നറിയാത്ത രാഹുലിനും പ്രിയങ്കയ്ക്കും ജയ് വിളിക്കുന്ന ഈ കോൺഗ്രസുകാർ മരുമകനെ എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നത്.